സോ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു കോഡ് വിത്ത് സഞ്ജു. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇന്നലെ അറിയാലോ പോസ്റ്റ് സൈനപ്പും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞു. സൈനപ്പ് മൊത്തം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ലോഗിനും കൂടിയാണ്. സോ സൈനപ്പിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, എറർ ഹാൻഡ്ലിങ്ങും എറർ മെസ്സേജ് പോപ്പിങ്ങും അതേമാതിരി തന്നെ യൂസറെ കണക്ട് ചെയ്തിട്ട് ഒരു സെഷനിൽ സ്റ്റോർ ചെയ്തിട്ട് യൂസറെ ജസ്റ്റ് ഡാറ്റാബേസിൽ ലോഗിൻ ചെയ്യുന്നത് ചെയ്തിട്ടുള്ളൂ. ഒരു ഹാഷ് ചെയ്ത് പാസ്വേഡ് ഹാഷ് ചെയ്തിട്ട് പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് ആണ് ചെയ്തിട്ടുള്ളത്. സോ ഇനി നമുക്ക് ചെയ്യാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ എറർ ഹാൻഡ്ലിംഗ് ആണ്. സോ ഈ ഒരു വീഡിയോയിൽ തന്നെ സെഷൻ ഹാൻഡ്ലിങ്ങും അതേമാതിരി തന്നെ നമ്മൾ ഹോം പേജ് റെൻഡറിങ്ങും കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്ക് നേരെ കോഡ് ചെയ്ത് തുടങ്ങാം. ജസ്റ്റ് റൗട്ടറിൽ ഞാൻ ജസ്റ്റ് കമൻറ്റ്സ് ചെയ്തിട്ടുണ്ട്, സൈനപ്പ് പോസ്റ്റ് ലോഗിൻ എന്നൊക്കെ അപ്ഡേറ്റ് ഒന്ന് റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഇനി റൗട്ടർ ഉണ്ടാക്കാം. ഫസ്റ്റിൽ തന്നെ ഒരു ഗെറ്റ് മെത്തേഡാണ്. ഗെറ്റ് മെത്തേഡിൽ നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ആസ് യൂഷ്വൽ ലോഗിൻ പേജ് ഒന്ന് റെൻഡർ ചെയ്യാനാണ് ഉള്ളത്. സോ റൗട്ടർ ഡോട്ട് ഗെറ്റിൻ്റെ അകത്തേക്ക് നമ്മൾ ആസ് യൂഷ്വൽ ലോഗിൻ എന്ന് പറഞ്ഞിട്ട് റൗട്ടർ കൊടുക്കുന്നു. എന്നിട്ട് യൂസർ കൺട്രോളർ ജസ്റ്റ് ഒന്ന് അസൈൻ ചെയ്ത് വെക്കുക. എന്നിട്ട് ഇതിലേക്കുള്ള കോഡ് നമുക്ക് സെറ്റ് ചെയ്യാം. സോ താഴെ വരാം. ഇതേമാതിരി തന്നെ ലോഡ് ലോഗിൻ എന്നാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ലോഡ് ലോഗിൻ എന്ന് കൊടുക്കുക. ആസ് യൂഷ്വൽ ഒരു അസിൻക്രണസ് ഫംഗ്ഷനാലിറ്റി. എൻ്റെ അതിലേക്ക് എന്ത് ചെയ്യാം, റിക്വസ്റ്റും റെസ്പോൺസും സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ട്രൈ ക്യാച്ചിൽ കോഡ് ചെയ്ത് തുടങ്ങാം. കാര്യമായിട്ടൊന്നുമില്ല, നമ്മുടെ മെയിൻ ആസ് യൂഷ്വൽ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുന്നുള്ളൂ, ഡ്രസ് ഡോട്ട് റെൻഡർ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഫയൽ നമ്മൾ റെൻഡർ ചെയ്യുന്നുള്ളൂ. ഓക്കെ, നമുക്ക് ലോഗിൻ എന്ന് പറഞ്ഞിട്ടൊരു HTTP HBase ഫയൽ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യുക, ആ ഫയലൊന്ന് ക്രിയേറ്റ് ചെയ്യാം. ഞാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ എന്താ ചെയ്യുന്നത്, നമ്മുടെ സൈനപ്പിൽ ചെയ്ത പോലെ തന്നെ എൻ്റെ ആ ഒരു HTML കോഡ് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, താഴെ കൊടുക്കുന്നുണ്ട്. താഴെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും എൻ്റെ ഒരു ഡ്രൈവിൻ്റെ ലിങ്ക് ഉണ്ടാവും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, ഈ ഒരു ലോഗിനിലേക്കുള്ള കോഡ് കിട്ടും. സോ ആസ് യൂഷ്വൽ നമ്മളിവിടെ അക്കൗണ്ട് ഇല്ലെങ്കിൽ എന്ത് ചെയ്യാനുള്ള സൈനപ്പ് മെത്തേഡിലേക്ക് പോകാനുള്ളൊരു കോഡ് ചെയ്തിട്ടുണ്ട് എക്സ്ട്രാ ആയിട്ട്. ഇതേ സംഭവം തന്നെ നമുക്ക് സൈനപ്പിലും സെറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, നമ്മൾ നേരത്തെ പോലെ തന്നെ ആക്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്, യൂസർ ലോഗിനിലേക്കും അതേമാതിരി എറർ ഉണ്ടെങ്കിൽ, അത് ഇഫ് എറർ ഉണ്ടെങ്കിൽ മാത്രം ഡിസ്പ്ലേ ചെയ്യാനുള്ള ഒരു കോഡും കാര്യങ്ങളും കൂടി ഈ ഒരു ലോഗിനിൽ നമ്മൾ എക്സ്ട്രാ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ ലേ ഔട്ട് സെറ്റ് ചെയ്യുന്നത്. കാരണം ലേ ഔട്ട് HBaseലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബേസിക് ആയിട്ടുള്ള നമ്മുടെ ഈ ബൂട്ട് സ്ട്രാപ്പിൻ്റെ ലിങ്ക്സും കാര്യങ്ങളും കൊടുക്കുന്നത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ബൂട്ട് സ്ട്രാപ്പ് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് CSS ഒന്നും കൊടുക്കാതെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് ജസ്റ്റ് ആ ഒരു കോഡ് കൊടുക്കുന്നേ ഉള്ളൂ. ലൈക്ക് ഓക്കെ, ബോഡിയാണ് നമ്മളെ മെയിൻ. ലൈക്ക് നമ്മളിവിടെ ട്രിപ്പിൾ കീഴിൽ ബ്രേസിൻ്റെ അകത്ത് ബോഡി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ലോഗിൻ അല്ലെങ്കിൽ സൈനപ്പ് എന്നിങ്ങനെയുള്ള സകല HTTP മെത്തേഡ്സും ഈ ഒരു ലേ ഔട്ടിലേക്ക് വരികയും അവിടുന്ന് ഈ ഒരു ലിങ്ക്സ് എഫക്റ്റ് ചെയ്തിട്ടായിരിക്കും പോവുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ലേ ഔട്ടിൽ എന്ത് കൊടുത്താൽ മതി, നമ്മുടെ ലിങ്ക് കൊടുത്താൽ മതി. ഓക്കെ, ഇതിൻ്റെ അകത്ത് ഞാൻ ബൂട്ട് സ്ട്രാപ്പിൻ്റെ ലിങ്ക്സും കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് തിരിച്ച് ലോഗിനിൽ വരിക, ഈ ഒരു ലോഗിൻ ചെയ്യാനുള്ള ആ ഒരു HBase ഫയലിൻ്റെ നെയിം അവിടെ കൊടുക്കുക. സോ ഈ ഒരു വീഡിയോയിൽ നമുക്ക് കാര്യമായിട്ട് അത്രയേ ഉള്ളൂ. സോറി, ഈ ഒരു വീഡിയോയിലല്ല, ഈ ഒരു ഫംഗ്ഷനിൽ നമുക്ക് അത്രയേ ഉള്ളൂ. ആസ് യൂഷ്വൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു കോഡ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ലേ ഔട്ടിൽ എങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായി, ആ ഒരു കോഡ് കുറഞ്ഞ് കിട്ടി. എല്ലാ പേജിലും നമുക്ക് എന്ത് ചെയ്യേണ്ട, ആ ഒരു ലിങ്ക് നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് എന്ത് ചെയ്താൽ മതി, ലേ ഔട്ടിൽ ലിങ്ക് കൊടുത്തുകൊണ്ട് എല്ലായിടത്തും ആ ഒരു റൗട്ടർ വിളിച്ച ആ ഒരു ബൂട്ട് സ്ട്രാപ്പ് ക്ലാസ്സസ് വിളിച്ചിട്ടുണ്ടെങ്കിൽ റെൻഡർ ചെയ്യുമ്പോൾ അവിടെ റീപ്ലേസ് ആയിക്കോളൂ. സോ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ആസ് യൂഷ്വൽ ആ ഒരു ലോഗിൻ എന്നുള്ള കോഡ് എക്സ്പോർട്ട് ചെയ്തിട്ട് ഇവിടെ റെൻഡറിൽ കോൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ലോഗിൻ ചെയ്യാനുള്ള ഒരു ബേസിക് കോഡ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് റൺ ചെയ്തു നോക്കാം. ഓക്കെ, നേരെ ഒന്ന് റൗട്ടർ എടുക്കാം. എവിടെ, ഓക്കെ, സൈനപ്പ് നമ്മൾ കഴിഞ്ഞ റെൻഡറിൽ കഴിഞ്ഞ വീഡിയോയിൽ സെറ്റ് ചെയ്ത് വെച്ചാണ്. ഇനി ലോഗിന് നോക്കാം. ഓക്കെ, കനോട്ട് ഗെറ്റ് യൂസർ/ലോഗിൻ എന്നാണ് ഒരു മെസ്സേജ് വന്നിട്ടുള്ളത്. അതായത് യൂസർ/ലോഗിൻ എന്നുള്ള റൗട്ടർ ഇല്ല, ഗെറ്റ് മെത്തേഡിൽ അങ്ങനെ റൗട്ടർ ഇല്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ഞാൻ സ്ലാഷ് ഇടാനുള്ളൊരു മിസ്റ്റേക്ക് ആയിരുന്നു. ഓക്കെ, നമുക്കൊരു സ്ലാഷ് അവിടെ ഇടാം. ഇനി നമുക്കൊന്ന് റിഫ്രഷ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഓക്കെ, നമ്മുടെ CSS സെറ്റപ്പ് ചെയ്തിട്ടുള്ളൊരു HTML പേജ് റണ്ടർ ആയിട്ടുണ്ട്. ഇവിടെ സൈനപ്പിൻ്റെ ഒരു ലിങ്കും ഞാൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം, ഈ ലേ ഔട്ടിൽ നമ്മൾ കൊടുത്തിട്ടുള്ള ഈ ഒരു ബൂട്ട് സ്ട്രാപ്പിൻ്റെ ലിങ്ക് കറക്റ്റ് ആവില്ല, പക്ക ആയിട്ടാണ് നമുക്ക് ഒരു HTML ഒരു CSS അവിടെ വന്നിട്ടുള്ളത്, സ്റ്റൈലിങ്ങും കാര്യങ്ങളും വന്നിട്ടുള്ളത്. ഇവിടെ ഞാൻ CDN കൊടുത്തിട്ടുണ്ട്, സ്വീറ്റ് അലേർട്ട് എന്നിട്ടുള്ളൊരു എക്സ്ട്രാ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിത് നോക്കി കോപ്പി പേസ്റ്റ് ചെയ്യാം. ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ CDN ലിങ്ക് കിട്ടും. ഓക്കെ, അതിന് പകരം എന്ത് ചെയ്യുക, നോക്കി ടൈപ്പ് ചെയ്യുക, നിങ്ങളുടെ ഇഷ്ടം.
ഓക്കെ, തിരിച്ച് സൈൻ അപ്പ് പേജ് നമുക്ക് നോക്കാം. നേരത്തെ കണ്ട പോലെയല്ല, ഒരു സ്റ്റൈലിംഗ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നമ്മൾ നെയിമാണ് നോക്കുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ നെയിം ആൻഡ് പാസ്വേഡ് എൻ്റർ ചെയ്യാനുള്ള ഫീൽഡാണ് കൊടുത്തിട്ടുള്ളത്. സോ ആസ് യൂഷ്വൽ പോസ്റ്റ് സബ്മിറ്റ് ചെയ്യുമ്പം ലോഗിനിലേക്കും പോകുന്നുണ്ട്. പോസ്റ്റ് മെത്തേഡ് ലോഗിനിൽ നമ്മൾ സൈൻ അപ്പ് ചെയ്തവർ പോകുന്നുണ്ട്. ഓക്കെ, നമുക്ക് നെയിമിന് പകരം ഇമെയിൽ വെച്ചിട്ട് ഹാൻഡിൽ ചെയ്യുന്ന രീതിയിലേക്ക് മാറ്റാം. ഓക്കെ, അതൊന്ന് ലോഗിൻ പേജിലൊന്ന് സെറ്റപ്പ് ചെയ്യാം നമുക്ക്. കാരണം നെയിം ചിലപ്പോൾ പല യൂസർക്കും സെയിം നെയിം വന്നേക്കാം. പക്ഷേ ഇമെയിലാണ് നമ്മൾ യൂണീക്കായിട്ട് ഹാൻഡിൽ ചെയ്യുന്നത്. സോ അതുകൊണ്ടാണ് നമ്മൾ അവിടെ ഇമെയിൽ വെച്ച് ഹാൻഡിൽ ചെയ്യുന്നത്. സോ പ്ലേസ് ഓർഡറിലും അതേമാതിരി തന്നെ നമ്മൾ പാസ് ചെയ്യുന്ന നെയിമും ഒന്ന് ചേഞ്ച് ചെയ്യാം. കാരണം നമ്മൾ നെയിം എന്താണോ കൊടുക്കുന്നത് ആ നെയിമായിരിക്കും നമ്മൾ ബാക്ക് എൻഡിൽ എടുക്കുക. അതേമാതിരി ഐഡീസും ജസ്റ്റ് ഒന്ന് സേവ് ചെയ്തിട്ട് ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ടൈപ്പും കൂടി മാറ്റി കൊടുക്കുക. അതാകുമ്പോൾ ഇമെയിലിൻ്റെ ഒരു നോർമൽ വാലിഡേഷൻ HTML തന്നെ കൊടുക്കുന്നുണ്ട്. ആ ഒരു വാലിഡേഷൻ നമുക്ക് അവിടെ അപ്ലൈ വരുന്നുണ്ട്. ഓക്കെ, ഇനി യൂസർ കൺട്രോളിലേക്ക് വരാം. ഇനി നമ്മളിവിടെ എൻ്റർ ചെയ്യുന്നൊരു കോഡ് നമുക്ക് എന്ത് ചെയ്യണം. ഓക്കെ, റിഫ്രഷ് ചെയ്തപ്പോൾ നമുക്കൊരു ഡാറ്റാസ് അവിടെ കിട്ടി. ഓക്കെ, അവിടെ ഒരു എറർ മെസ്സേജ് വന്നിട്ടുണ്ട്, ഇമെയിലിൻ്റെ തന്നെ വരണം എന്നുള്ളൊരു കേസ്. ഓക്കെ, സബ്മിറ്റ് ചെയ്യുമ്പോൾ കാണാൻ നമുക്ക് @gmail.com ആവശ്യമാണെന്നുള്ളൊരു എറർ മെസ്സേജ് HTML തന്നെ ഒരു കോഡ് അവിടെ വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലൊരു പോസ്റ്റ് മെത്തേഡ് ലോഗിൻ്റെ ഒരു പോസ്റ്റ് മെത്തേഡ് ഒന്ന് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, സോ ആസ് യൂഷ്വൽ പോസ്റ്റ് ലോഗിൻ എന്നും പറഞ്ഞിട്ടാണ് ഞാനത് ക്രിയേറ്റ് ചെയ്യുന്നത്. അസിൻക്രണസ് ഫങ്ഷനാലിറ്റി ആൻഡ് റെസ്പോൺസ്. നമ്മൾ അസിൻക്രണസ് ആണ് യൂസ് ചെയ്യുന്നത്. അസിൻക്രണസ് ആൻഡ് ട്രൈ ക്യാച്ച് ആണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അസിൻക്രണസ് അറിയാമല്ലോ, സിംഗിൾ ത്രെഡർ അല്ല. സോ ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് അസിൻക്രണസ് ആയിട്ട് ടാസ്ക് തീർത്ത് അത്രത്തോളം ലോഡിങ് ടൈം കുറച്ച് നമുക്ക് ഡാറ്റ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അസിൻക്രണസ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ട്രൈ ക്യാച്ച് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻ കേസ് ട്രയലിൽ എന്തെങ്കിലും എറർ അടിച്ചാലും യൂസർക്ക് ഒരു എന്താ പറയുക, ഒരു ലോഡിങ്ങോ അല്ലെങ്കിൽ ലാഗൻസിയോ ഇല്ലാതെ നമുക്കൊരു ഡാറ്റ ഡിസ്പ്ലേ ചെയ്യേണ്ടി വരും. അതിന് വേണ്ടിയിട്ടാണ് ട്രൈ ക്യാച്ച് യൂസ് ചെയ്യുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പം ഇമെയിലും പാസ്വേഡും ജസ്റ്റ് recruit.body നിന്ന് ഡീസ്ട്രക്ചർ ചെയ്തെടുക്കുന്നുണ്ട്. എന്തായാലും നമുക്കൊരു ഇമെയിൽ ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് എന്താണ്, യൂസറുടെ ഡാറ്റാസ് ചെക്ക് ചെയ്യാനും അതേമാതിരി തന്നെ ഇമെയിൽ വാലിഡേഷൻ നോക്കാനുമാണ് ഉള്ളത്. ഓക്കെ, ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഇമെയിലിൻ്റെയും പാസ്വേഡിൻ്റെ റിജക്ട്സ് ചെക്ക് ചെയ്യാനാണ്. ഞാൻ ഓൾറെഡി പോസ്റ്റ് സൈനപ്പിൽ ചെയ്ത ഈ ഒരു കോഡ് തന്നെയാണ് കോപ്പി ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യുക, കഴിയുന്നതും ലേണിംഗ് സ്റ്റേജൊക്കെ ആണെങ്കിൽ കഴിയുന്നതും അത് ടൈപ്പ് ചെയ്ത് പഠിക്കാൻ തന്നെ ശ്രമിക്കുക. ഞാൻ ജസ്റ്റ് കോപ്പി പേസ്റ്റ് ആണ്, പക്ഷേ നിങ്ങളത് എന്ത് ചെയ്യുക, കഴിയുന്നത് അത് ടൈപ്പ് ചെയ്ത് തന്നെ നോക്കുക. ഓക്കെ, അതേമാതിരി ഇവിടെ കൊടുക്കുന്ന റൗട്ടർ ഒന്ന് ചേഞ്ച് ചെയ്യുന്നുണ്ട്. സൈനപ്പ് ഉള്ളത് ലോഗിൻ ആക്കി കൊടുക്കുന്നുണ്ട്. ഓക്കെ, എറർ മെസ്സേജിൽ ചേഞ്ച് ഒന്നുമില്ല. ആ ഒരു എറർ മെസ്സേജും കാര്യങ്ങളും തന്നെയാണ് പാസ്വേഡിൻ്റെത്. നമുക്ക് എന്ത് ചെയ്യാം, ഇമെയിലിൻ്റെ കേസ്. ഓക്കെ, ഇനി ഇമെയിലിൻ്റെ ഒരു ഹാൻഡ്ലിങ് നമുക്ക് കൂടി നോക്കാം. കോൺസ്റ്റ് എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇമെയിൽ ഓക്കെ എക്സിസ്റ്റിംഗ് യൂസർ എന്നാണ് കൊടുക്കുന്നത്. എക്സിസ്റ്റിംഗ് യൂസർ അസൈൻ വെയിറ്റ് ചെയ്തിട്ട് യൂസറിൻ്റെ അകത്തു നിന്ന് ആ ഒരു ഇമെയിൽ വെച്ചിട്ട് ഏതെങ്കിലും ഡാറ്റ ഫൈൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുന്നത്. ഓക്കെ, നമ്മൾ മോങ്കോ DBയിൽ ഫൈൻഡ് വൺ എന്നുള്ള പല മെത്തേഡ്സ് യൂസ് ചെയ്തിട്ടുണ്ടാവും. ഇവിടെ നമ്മൾ മോങ്കോയിൽ അധികം ഫൈൻഡ് ആയിരിക്കും യൂസ് ചെയ്തിട്ടുണ്ടാവുക. ഇവിടെ ഫൈൻഡ് വൺ എന്ന് പ്രിസൈസ് കൊടുക്കാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഫൈൻഡ് വണ്ണ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഒബ്ജക്റ്റ് ആയിട്ടായിരിക്കും റിട്ടേൺ ചെയ്യാം. ഫൈൻഡ് എന്ന് നമ്മൾ ചെയ്യുമ്പോൾ അതൊരു അറയിലായിട്ടായിരിക്കും റിട്ടേൺ ചെയ്യാം. സോ ഒബ്ജക്റ്റ് ആയിട്ട് വരുമ്പോൾ നമുക്ക് ഡയറക്റ്റ് ഒബ്ജക്റ്റ് മെത്തേഡ്സ് യൂസ് ചെയ്ത് ഡാറ്റ ഡീസ്ക്രിപ്ചർ ചെയ്യാവുന്നേ ഉള്ളൂ. അറിയാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ആ ഒരു ഇൻഡെക്സ് വാല്യൂ വെച്ചിട്ട് നമ്മളത് ഹാൻഡിൽ ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് ഫൈൻഡ് വൺ എന്നുള്ളൊരു പ്രിസൈസ് ആയിട്ട് കൊടുക്കുന്നത്. ഓക്കെ, ആസ് യൂഷ്വൽ ഒരു ഇഫ് കണ്ടീഷൻ കൊടുക്കുന്നുണ്ട്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എക്സിസ്റ്റിംഗ് യൂസർ കിട്ടിയിട്ടില്ലെങ്കിൽ, അതായത് ഇമെയിൽ വെച്ചിട്ട് ഒരു യൂസറും അവിടെ അവൈലബിൾ അല്ലെങ്കിൽ എന്താവില്ല, ആ ഒരു ഡാറ്റ അവിടെ ഉണ്ടാവില്ല. അപ്പം ഇഫ് നോട്ട് എക്സിസ്റ്റിംഗ് യൂസർ ആണ് എങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ നേരത്തെ ചെയ്ത മാതിരി തന്നെ ഒരു എറർ മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി യൂസർ ഈസ് നോട്ട് എക്സിസ്റ്റിംഗ് സൈൻ അപ്പ് ഫസ്റ്റ് എന്നുള്ളൊരു ഡാറ്റയാണ് കൊടുക്കുന്നത്, ഒരു എറർ മെസ്സേജ് ആണ് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത മാതിരി തന്നെ ഒന്ന് റീഡയറക്റ്റ് ചെയ്ത് വിടുകയാണ്. സോ ഇനി നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് ഈ എക്സിസ്റ്റിംഗ് യൂസറുടെ നമുക്കുള്ള ഒരു ഡാറ്റ വെച്ചിട്ട് ആ ഒരു ഡാറ്റ യൂസർ എൻ്റർ ചെയ്ത പാസ്വേഡും സെയിം ആണോ എന്ന് ചെക്ക് ചെയ്യണം. അതായത് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കണം. അതാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ, ഹാഷ് ചെയ്തിട്ടാണ് ബൈക്രിപ്റ്റ് യൂസ് ചെയ്ത് നമ്മൾ ഡാറ്റ സേവ് ചെയ്തിട്ടുള്ളത്. അപ്പം ബൈക്രിപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, തിരിച്ച് ഡീക്രിപ്റ്റ് ചെയ്തിട്ട് അത് റീഡബിൾ ഫോമിലേക്ക് ആക്കാൻ പറ്റില്ല. സോ .കമ്പയർ എന്നുള്ള മെത്തേഡിൽ നമ്മൾ 2 ആർഗ്യുമെൻറ്റ് പാസ് ചെയ്യും. ഒന്ന് സ്ട്രിങ് മെത്തേഡും ഒന്ന് ബഫർ വാല്യൂ.
ഈ സ്ട്രിംഗ് മെത്തേഡ് എന്ന് പറയുന്നത് യൂസർ എൻ്റർ ചെയ്ത പാസ്വേഡാണ്. അതായത് റീഡബിൾ ഫോമിലുള്ള ഒരു പാസ്വേഡിനാണ് സ്ട്രിംഗ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നതും അതേമാതിരി എക്സിസ്റ്റിംഗ് യൂസറിൻ്റെ അകത്ത് നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുള്ള ആ ഒരു പാസ്വേഡാണ് ബഫറായിട്ട് കൊടുക്കുന്നത്. സോ ഫസ്റ്റ് മെത്തേഡായിട്ടുള്ള പാസ്വേഡ് നമുക്ക് കൊടുക്കാം. എക്സിസ്റ്റിംഗ് യൂസർ കൊടുക്കുന്നതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ആ ഒരു ഡാറ്റ ഒന്ന് കൺസോൾ ചെയ്ത് നോക്കാം. സോ എക്സിസ്റ്റിംഗ് യൂസറിൽ എങ്ങനെയാണ് ആ ഡാറ്റ ആ ഒരു ഫ്രണ്ട് എൻഡിലേക്ക് നമുക്ക് എങ്ങനെയാണ് ഡാറ്റ കിട്ടിയെന്നുള്ളൊരു എന്താ പറയുക ഒരു റീച്ചൊക്കെ നമുക്ക് ചെയ്ത് നോക്കാം. സോ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ലോഗിൻ ചെയ്യാൻ നോക്കാം. ഓക്കെ, അവിടെ ഓൾറെഡി ഉള്ള sanju@gmail.com ആണ് കൊടുക്കുന്നത്. ഓക്കെ, യൂസർ ലോഗിനിലേക്ക് പോസ്റ്റ് മെത്തേഡ്. ഓക്കെ, ലോഗിൻ മെത്തേഡ് വന്നിട്ടില്ല. നമ്മൾ ഈ ഒരു ഫംഗ്ഷൻ ഒന്ന് എക്സ്പോർട്ട് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് ഞാൻ ഈ ഒരു റൗട്ടർ കോപ്പി ചെയ്തിട്ട് ഇതിൽ മോഡിഫിക്കേഷൻ ചെയ്യാണ്. വേർണാഗെറ്റുള്ളത് മാറ്റിയിട്ടൊന്ന് പോസ്റ്റ് ചെയ്യുകയാണ്. അതേമാതിരി ഒരു ലോഗിൻ എന്നുള്ളൊരു ഫംഗ്ഷൻ മാറ്റിയിട്ട് പോസ്റ്റ് ലോഗിൻ എന്നുള്ളൊരു ഫംഗ്ഷൻ അവിടെ വിളിക്കുകയാണ്. ജസ്റ്റ് ഡോട്ട് ഇട്ടാൽ തന്നെ നമുക്ക് അവിടെ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, സജഷൻ വരുന്നതായിരിക്കും. ഓക്കെ, നമുക്കത് ബാക്ക് അടിച്ചിട്ട് ഒന്നും കൂടെ ഡാറ്റ എൻ്റർ ചെയ്ത് നോക്കാം. ഓക്കെ, sanju@gmail.com ആൻഡ് നമ്മൾ നമ്മുടെ പാസ്വേഡ് അടിക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ, നമുക്ക് എറർ മെസ്സേജ് വന്നിട്ടില്ല, പക്ഷേ റീഡയറക്ഷൻ നടന്നിട്ടുണ്ട്. സോ നമുക്ക് ഒരു എറർ മെസ്സേജിൻ്റെ ഒന്ന് നോക്കി നോക്കാം. എററോ കാര്യങ്ങളോ ഒന്നുമില്ല. ഓക്കെ, റൗട്ടറിൽ വന്നിട്ട് ഓക്കെ, റൗട്ടറിൽ ഒരു എറർ മെസ്സേജ് നമുക്ക് നേരത്തെ കിട്ടിയതാണ്. സോ നമുക്കിപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എറർ മെസ്സേജ് പ്രോപ്പപ്പ് ആയിട്ടില്ല. സോ ഒരു പോസ്റ്റ് മെത്തേഡിൽ നമ്മൾ അയക്കുന്ന ഒരു എറർ മെസ്സേജ് നമ്മൾ എടുക്കാത്തതാണ് പ്രശ്നം. ഓക്കെ, ഒരു എക്സിസ്റ്റിംഗ് യൂസർ നമ്മളിവിടെ കറക്റ്റായിട്ട് തന്നെ വിളിക്കുന്നുണ്ട്, ഇമെയിൽ വെച്ച് ഫൈൻഡ് ചെയ്തിട്ട്. അങ്ങനെ ഇമെയിൽ ഫുൾ കോളൻ ഇമെയിൽ നമ്മൾ എനിക്ക് സം കേസിൽ നമ്മൾ കൊടുക്കേണ്ട കേസില്ല. നമ്മൾ ഒന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്യാണ്. കാരണം ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ എനിക്കത് പെട്ടെന്ന് ഈ എറർ മെസ്സേജിൻ്റെ പോപ്പിംഗ് ആണെന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. സോ അതുകൊണ്ടാണ് ഞാനത് പിന്നെയും ഒന്ന് റീചെക്ക് ചെയ്യുന്നത്. സോ ഇവിടെയൊക്കെ കൂടുതൽ നമ്മൾ നോഡിന് എററും കാര്യങ്ങളും വരുന്നില്ല. നമുക്കൊന്ന് എന്ത് ചെയ്യാം, പാസ്വേഡ് റിജക്ട്സ് ഒക്കെ ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്, പക്ഷേ ഒരു മെസ്സേജ് വരുന്നില്ല. അപ്പോൾ യൂസർ ലോഗിലേക്ക് പോയി നോക്കിയപ്പോഴാണ് ആ ഒരു എറർ കണ്ടത്. കാരണം കോൺസിലേക്ക് നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, എറർ അസൈൻ ചെയ്യുകയും അതേമാതിരി സെഷൻ ക്ലിയർ ചെയ്യുകയും ചെയ്തിട്ടില്ല. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യും, ആ ഒരു എറർ മെസ്സേജ് അസൈൻ ചെയ്ത് വെച്ചിട്ട് ആ ഒരു എററിനെ നമുക്ക് എന്ത് ചെയ്യാം, ഫ്രണ്ട് എൻഡിലേക്ക് പാസ് ചെയ്യാം. കാരണം റീഡയറക്ഷനേ ഇപ്പം നടന്നിട്ടുള്ളൂ, എന്ത് അറിഞ്ഞിട്ടില്ല, ആ ഒരു എറർ മെസ്സേജ് നമുക്ക് പോപ്പപ്പ് ആയിട്ട് വന്നിട്ടില്ല. സോ നിങ്ങൾക്ക് അറിയില്ല ഇപ്പോൾ എങ്ങനെയാണ് ആ എറർ മെസ്സേജ് ഫ്രണ്ട് എൻഡിൽ കാണിക്കുന്നത് എന്ന്. സോ അതുകൊണ്ടാണ് നമുക്കിപ്പോൾ നോക്കാം. ഓക്കെ, നമ്മൾ എറർ മെസ്സേജ് കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നും കൂടി വന്നിട്ട് ഒന്ന് ഇമെയിൽ അടിച്ചിട്ട് ലോഗിൻ ചെയ്ത് നോക്കാം. ഓക്കെ, പാസ്വേഡ് ഇൻവാലിഡ് പാസ്വേഡ് കൊടുക്കാം. ഓക്കെ, ഈ പാസ്വേഡ് മസ്റ്റ് ബി എ ലെറ്ററിലോ ഇൻക്ലൂഡ് അറ്റ്ലീസ്റ്റ് 1 അപ്പർ കേസ് ആൻഡ് നമ്പർ. ഓക്കെ, ആ ഒരു എറർ മെസ്സേജ് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അത് നമുക്ക് കറക്റ്റ് ഇമെയിലും പാസ്വേഡ് അടിച്ചിട്ടൊന്ന് ലോഗിൻ ചെയ്യാൻ നോക്കാം. ഓക്കെ, ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, യൂസർ ഈസ് നോട്ട് എക്സിസ്റ്റിംഗ്, സൈൻ അപ്പ് ഫസ്റ്റ്. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് വന്നിട്ടുള്ള ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അതായത് വെയിറ്റ് ചെയ്തപ്പോൾ എന്ത് കിട്ടിയിട്ടില്ല, ഡാറ്റ കിട്ടിയിട്ടില്ല. അതായത് എക്സിസ്റ്റിംഗ് യൂസർ എന്ന് പറയുന്നതിലേക്ക് ഡാറ്റ കിട്ടിയിട്ടില്ല. പക്ഷെ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഡാറ്റാ ബേസിൽ sanju@gmail.com എന്ന് പറയുന്ന ഡാറ്റ ഓൾറെഡി ഉണ്ട്. അതിന് നമുക്ക് ഓക്കെ ആയിട്ടില്ല എന്നാണ് പറയുന്നത്. സോ എവിടെയോ ഒരു എറർ വന്നിട്ടുണ്ട്, എവിടെയാണെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, നമുക്ക് ഒരു req.body ഒന്ന് എടുത്ത് നോക്കാം. കാരണം നമുക്ക് കറക്റ്റായിട്ടാണ് ഇമെയിൽ പാസ് ചെയ്യുന്നത്, ആ ഒരു ഇമെയിൽ വെച്ചിട്ട് ഡാറ്റ ഫെച്ച് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കറക്റ്റ് ഒരു ഇമെയിൽ ബാക്ക് എൻഡിൽ എത്തുന്നില്ലയോ എന്നൊന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആ കൺസോൾ അവിടെ ചെയ്തിട്ടുള്ളത്. എൻ്റർ അടിക്കുമ്പോൾ ഓക്കെ, ഞാൻ ഇമെയിൽ കൊടുത്തതിലൂടെ പ്രശ്നമാണ്. അത് ഇമെയിൽ എന്നുള്ളതിന് പകരം ഞാനൊരു ഇടല്ലോ, ചേഞ്ച് നെയിം മാറ്റിയിട്ട് ഇമെയിൽ എന്നാക്കിയപ്പോൾ ഒരു ചെറിയ ചേഞ്ച് വന്നതാണ്. ഓക്കെ, ഇമെയിൽ എന്നാക്കാം. ലോഗിൻ സൈഡിലൊരു ഫ്രണ്ട് എൻഡിലൊരു ചെറിയ മിസ്റ്റേക്ക് ആയിരുന്നു, അതൊന്ന് ഫിക്സ് ചെയ്യുക. നമുക്ക് ഒന്നും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, സില്ല് എററാണ്. സോ മാറിയിട്ടില്ല. നമുക്കൊന്നും കൂടി റീഫ്രഷ് ചെയ്തിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഫ്രണ്ട് എൻഡിൽ ചേഞ്ച് വന്നാൽ ഒന്നും കൂടി ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാം. ഓക്കെ, റിഫ്രഷ് ചെയ്തു. എന്നിട്ട് നമുക്കൊന്ന് യൂസർ എൻ്റർ ചെയ്ത് നോക്കാം. ഓക്കെ, കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കറക്റ്റ് നമുക്ക് എന്തായിട്ടുണ്ട്, ഡാറ്റാ ബേസിൽ നിന്നുള്ള ഡാറ്റ വരെ ഫെച്ച് ചെയ്ത് വന്നിട്ടുണ്ട്.
നമുക്ക് കൺസോളിൽ നോക്കിയാൽ കാണാം എക്സിസ്റ്റിംഗ് യൂസർ എന്നുള്ള കൺസോളിൽ ഒരു ഒബ്ജക്റ്റ് ആയിട്ട് നമ്മൾ മോങ്കോ ഡിബിയിൽ കാണുന്ന ഒബ്ജക്റ്റ് ആയിട്ട് എന്താണോ അത് അതേമാതിരി വരുന്നുണ്ട്. സോ അതൊരു നോർമൽ ഒബ്ജക്റ്റ് ആണ്. സോ നമുക്ക് അറിയാം ഒബ്ജക്റ്റിൽ നിന്ന് എങ്ങനെയാണ് ഡാറ്റ എടുക്കേണ്ടത്. ഇതിൻ്റെ ഇവിടെ കറക്റ്റായ ഒരു യൂസർ ഒറ്റ ചെയ്യുമ്പോൾ കൊടുക്കും. അത് നമ്മളൊന്ന് കോപ്പി ചെയ്യണം. കാരണം നമുക്ക് എന്ത് ചെയ്യണം, പാസ്വേഡ് നമുക്ക് റിജക്ട് ചെയ്തിട്ടുള്ള പാസ്വേഡ് അത് ഹാഷ് ചെയ്തിട്ടുള്ള പാസ്വേഡാണ് കമ്പയർ ചെയ്യേണ്ടത്. സോ നമ്മൾ ഇനി അടുത്ത തവണ കൊടുക്കുന്ന ഇമെയിൽ ചേഞ്ച് ഉണ്ടാവും. സോ നമുക്ക് എന്തെങ്കിലും എന്ത് ചെയ്യാം, ഇനി ബഫറായിട്ടുള്ള ഒരു പാസ്വേഡ് കൊടുക്കാം. എക്സിസ്റ്റിംഗ് യൂസർ ഡോട്ട് പാസ്വേഡ് നമ്മൾ കണ്ടല്ലോ, താഴെ വരുന്ന ഒരു ഒബ്ജക്റ്റിനാണ് എക്സിസ്റ്റിംഗ് യൂസർ എന്ന് പറയുന്നത്. ആ ഒരു ഒബ്ജക്റ്റിലെ പാസ്വേഡ് എന്നുള്ള വാല്യൂ ആണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യാം, ഈസ് മാച്ച് അതായത് കമ്പയർ ചെയ്തിട്ട് എന്ത് ചെയ്യും, ഈസ് മാച്ച് എന്നുള്ളൊരു വേരിയബിളിലേക്ക് ഒരു ട്രൂ ഓർ ഫാൾസ് പോലെ ഒരു വാല്യൂ വരും. അത് ട്രൂ ആണെങ്കിൽ എന്ത് ചെയ്യണം, അതിൻ്റെ അർത്ഥം യൂസറുടെ പാസ്വേഡ് കറക്റ്റാണ്. അതേമാതിരി ലോഗിൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു റിട്ടേൺ ആണ് ഞാനിപ്പോൾ ജസ്റ്റ് റിട്ടേൺ ഞാൻ കൊടുക്കുന്നുള്ളൂ. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, യൂസർ സെറ്റ് ജിമെയിൽ കൊടുക്കും എന്നുള്ളൊരു ഡാറ്റ കൊടുക്കാം. അതേമാതിരി കറക്റ്റായ ഒരു പാസ്വേഡ് നമുക്കൊന്ന് എൻ്റർ ചെയ്ത് നോക്കാം. ഓക്കെ, ലോഗിൻ അങ്ങനെ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, ഡാറ്റാ ബേസിലേക്ക് ഡാറ്റ ബഫർ ചെയ്തിട്ട് സ്റ്റോർ ചെയ്യും. അങ്ങനെ സ്റ്റോർ ചെയ്ത ഡാറ്റ വെച്ചിട്ട് യൂസർക്ക് ലോഗിൻ ചെയ്യാനും അതേമാതിരിയുള്ളൊരു ഓപ്ഷനും നമ്മൾ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് മെയിനായിട്ട് ചെയ്യാനുള്ളത്, ഇപ്പം നമ്മളറിയാലൊരു ഡണ്ണ് അല്ലെങ്കിൽ ലോഗിന് അങ്ങനെയുള്ളൊരു എന്താ പറയുക, ഒരു സെൻഡ് മെത്തേഡാണ് കൊടുക്കുന്നത്. ഓക്കെ, അത് മാറ്റിയിട്ട് നമുക്കിനി എന്ത് ചെയ്യണം, ഒരു പ്രോപ്പർ ഹോം പേജ് റണ്ടർ ചെയ്യണം. ഹലോ എന്ന് പറഞ്ഞിട്ട് ആ യൂസറുടെ നെയിം ഡിസ്പ്ലേ ചെയ്യുന്ന രീതിയിലുള്ളൊരു എന്ത് ചെയ്യണം, എറർ മെസ്സേജ് അല്ല, ഒരു പ്രോപ്പർ HTML നമുക്ക് റണ്ടർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഞാനിപ്പം ക്യാച്ചിൽ ജസ്റ്റ് എറർ എന്നേ കൊടുക്കുന്നുള്ളൂ. അത് അത്ര നല്ലതല്ല. ശരിക്കും ഒരു എറർ മെസ്സേജ് 404 എന്നുള്ളൊരു പേജ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഒരു റൗട്ടറിലേക്ക് റീഡയറക്റ്റ് ചെയ്യുന്നതാണ് നല്ലത്. ഞാനിപ്പോൾ ഒരു ബേസിക് ആയിട്ട് ജസ്റ്റ് ക്യാച്ചിൽ കൺസോൾ.log കൊടുക്കുന്നുള്ളൂ. സോ അതാണ്. ഓക്കെ, ഇനി നമുക്ക് കാര്യമായിട്ട് ചെയ്യാനുള്ള അറിയാമല്ലോ, നമ്മൾ ഓൾറെഡി സെഷൻ യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഈ ലോഗിൻ ചെയ്ത യൂസറെ ഒരു സെഷനിൽ സ്റ്റോർ ചെയ്തോ. കാരണം യൂസറുടെ സെഷൻ ഹാൻഡ്ലിങ്ങിന് ഒക്കെ ഇതെന്ത് ചെയ്യും, യൂസ്ഫുൾ ആവും. സോ ഞാനിവിടെ എക്സിസ്റ്റിംഗ് യൂസർ എന്നുള്ള ഒരു ഫുൾ ഡാറ്റയാണ് ആ ഒരു സെഷനിൽ req.session.user എന്നുള്ള ഒരു സെഷൻ്റെ അകത്ത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഓക്കെ, അതേമാതിരി req.session.logged in എന്ന് പറഞ്ഞിട്ടൊരു സെഷൻ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അത് ട്രൂ ആക്കി വെക്കുന്നുണ്ട്. അതായത് യൂസർ ലോഗിൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു വാല്യൂ. കാരണം നമ്മൾ ഇനിയാണ് സെഷൻ ഹാൻഡ്ലിംഗ് ചെയ്യാൻ പോകുന്നത്. കാരണം യൂസർ ലോഗിൻ ആണെങ്കിൽ എന്ത് ചെയ്യേണ്ട, സൈനപ്പിൻ്റെയോ ലോഗിൻ്റെയോ മെത്തേഡ് കാണിക്കേണ്ട. യൂസർ ലോഗ് ഔട്ട് ആണെങ്കിൽ എന്ത് ചെയ്യേണ്ട, ഡയറക്റ്റ് ഹോം പേജ് റണ്ടർ ചെയ്യേണ്ട എന്നൊക്കെ ഉള്ളൊരു ബൈ കേസസ് നമ്മളിനി ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. പക്ഷെ നമുക്ക് ലോഗിൻ ഇൻ വേണ്ട. അതായത് എക്സിസ്റ്റിംഗ് യൂസർ ഉണ്ടെങ്കിൽ തന്നെ എന്ത് ചെയ്യാം, നമുക്ക് അതായത് എക്സിസ്റ്റിംഗ് യൂസർ എന്നുള്ളൊരു ഡാറ്റ ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ, ലോഗിൻ ഇൻ ആണ്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നില്ല, സെഷൻ.login എന്നുള്ളൊരു സെഷൻ ഞാൻ ക്ലിയർ ചെയ്യാണ്. ഇതേമാതിരി ലോഗിൻ ചെയ്യുമ്പോൾ മാത്രമല്ല, സൈനപ്പ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, അതായത് നേരെ ലോഗിനിലേക്ക് റീഡയറക്റ്റ് ചെയ്യാതെ നേരെ ഹോമിലേക്ക് തന്നെ റീഡയറക്റ്റ് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാം, അവിടെയും ഇതേമാതിരി നമുക്ക് സെഷൻ ഹാൻഡിൽ ചെയ്യാം, സെഷൻ ക്രിയേറ്റ് ചെയ്യാം. പുതിയൊരു യൂസർ സൈൻ ഇൻ ചെയ്ത് വരികയാണെങ്കിൽ അവിടേക്ക് എന്ത് ചെയ്യാം, ആൾക്ക് എന്ത് ചെയ്യാം, സെഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് കാണിച്ചു കൊടുക്കാം. സോ ഞാനിവിടെ റീസൈറക്റ്റ് എന്നാണുള്ളത്, അതൊന്ന് റീഡയറക്റ്റ് എന്നാക്കുക. അത് ബൈ മിസ്റ്റേക്ക് പറ്റിയതാണ്. ഓക്കെ, പക്ഷേ നമ്മൾ കഴിഞ്ഞ ലോഗിൻ്റെ അകത്ത് നമുക്കറിയാം നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് എന്തായിരുന്നു, ഇതായിരുന്നു, ലൈക്ക് എക്സിസ്റ്റിംഗ് യൂസർ എന്നുള്ളൊരു ഫീൽഡായിരുന്നു. സോ എക്സിസ്റ്റിംഗ് യൂസർ നമ്മൾ കൊടുക്കാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോർമൽ എന്തായിരുന്നു, നമ്മൾ അവിടെ എക്സിസ്റ്റിംഗ് യൂസർ ആയിട്ടുള്ള ഫുൾ ഡാറ്റ കിട്ടിയതുകൊണ്ടായിരുന്നു. ഓക്കെ, നമ്മളിവിടെ ഇപ്പം ജസ്റ്റ് ഒരു റൗട്ടർ ഡിഫൈനിങ് ആണ്, അതൊന്നും പ്രത്യേകിച്ച് കാര്യം പറയാനില്ലാന്ന് തോന്നുന്നു. Node.js ഇങ്ങനെയാണ് നമ്മൾ റൗട്ടർ ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, ഈ സ്ലാഷ് എന്ന് പറയുന്നത് ശ്രദ്ധിക്കണം. സ്ലാഷ് എന്ന് പറയുന്നത് ചുമ്മാ ലോക്കൽ ഹോസ്റ്റ് $3000 അല്ല, പകരം എന്താണ് ലോക്കൽ ഹോസ്റ്റ് $3000/user ഓക്കെ, അത് മറന്നു പോകരുത്. ഓക്കെ, ഇനി നമ്മൾ സെഷനിൽ സ്റ്റോർ ചെയ്യാൻ പോകുന്നത് ന്യൂ യൂസർ എന്നും പറഞ്ഞ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ഒബ്ജക്റ്റ് ആയിരിക്കും സൈനപ്പിൻ്റെ അകത്ത്. ഓക്കെ, അത് ഇവിടെ ഒന്ന് എന്ത് ചെയ്യാം, rest.render നമുക്ക് സ്റ്റാറ്റസ് കോഡൊക്കെ വെച്ചിട്ട്, സ്റ്റാറ്റസ് കോഡ് എപ്പോഴും നിർബന്ധമാണ് കേട്ടോ. കാരണം നമ്മളൊരു റെസ്പോൺസ് കൊടുക്കുമ്പം കഴിയുന്നതും അതിന് കറക്റ്റായിട്ടുള്ള ഒരു സ്റ്റാറ്റസ് കോഡ് കീപ്പ് ചെയ്യുക. അതാണ് ഒരു കോഡിങ് മാനേഴ്സ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ഹോമിൻ്റെ ഒരു ഫംഗ്ഷനും കൂടി ഇവിടെ ഒന്ന് ക്രിയേറ്റ് ചെയ്യാം.
അപ്പോൾ നമുക്ക് ഹോം പ്രിൻ്റ് ആവുന്നൊരു കോഡും കൂടി അവിടെ ആയി. നിങ്ങൾക്ക് ഈ നോഡ് ജെ എസിൻ്റെ ബേസിക്സും കാര്യങ്ങളൊക്കെ അറിയാമെന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇൻ കേസ് നിങ്ങൾക്ക് അറിയില്ല എന്നാണ് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഈ ഒരു പ്രോജക്റ്റിൻ്റെ സീരീസ് കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു ബേസിക് ആയിട്ടുള്ള, അതായത് ഒരു പ്രൊജക്റ്റിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യേണ്ട ഒരു ബേസിക് റൗട്ടറിൻ്റെ ഒരു നോർമൽ കേസ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അത് മറന്നുകൊണ്ട്. ഓക്കെ, അപ്പം നമ്മളിവിടെ require.user.session സെഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് അതേമാതിരി തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി പോസ്റ്റ് സൈനപ്പിലും ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മൾ ന്യൂ യൂസറാണ് കൊടുക്കുക. കാരണം ന്യൂ യൂസറിൽ എല്ലാ ഡാറ്റയും സ്റ്റോർ ചെയ്തതിന് ശേഷമായിരിക്കും നമ്മൾ ഡാറ്റാബേസിൽ സ്റ്റോർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഡയറക്റ്റായി ഒരു ന്യൂ യൂസർ തന്നെ സെഷനിലേക്ക് സ്റ്റോർ ചെയ്യുന്നത്. കാരണം എല്ലാം ഡാറ്റയും സെയിം ആയിരിക്കും, ഡാറ്റാബേസിലെ ഡാറ്റയും സെയിം ആയിരിക്കുമല്ലോ, അതുകൊണ്ടാണ്. ഇതിൻ്റെ എന്ത് ചെയ്യുക, ആ require.session എന്നുള്ളത് നമ്മളൊരു വേരിയബിളിലേക്ക് അസൈൻ ചെയ്യണം, യൂസർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വേരിയബിളിലേക്ക്. സോ എന്തായി, ഈ യൂസറിൻ്റെ അകത്ത് ഇപ്പം ഒരു ഒബ്ജക്റ്റ്, യൂസർ അസൈൻ ഒരു ഒബ്ജക്റ്റാണ്. ആ ഒബ്ജക്റ്റിൻ്റെ അകത്ത് എന്തുണ്ട്, ആ യൂസറുടെ എൻ്റയർ ഡാറ്റ അടങ്ങുന്ന ഒരു ഒബ്ജക്റ്റായിട്ട് യൂസർ ഇപ്പം എഫക്റ്റ് ചെയ്യും. ഇനി നമുക്ക് ഹോം പേജ് റെൻഡർ ചെയ്യാം. അതിന് ഹോം പേജ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടില്ല. ആ ഒരു ഹോം പേജ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ജസ്റ്റ് യൂസിൽ വരിക, ന്യൂ ഫോൾഡർ, home.hps എന്നാണ് പറയുന്നത്. ആസ് യൂഷ്വൽ ഞാൻ കോഡ് ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്യാണ്. നിങ്ങൾക്ക് ആണെങ്കിൽ ഞാൻ താഴെ കൊടുത്തേക്കാം. ഓക്കെ, ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് ഇവിടെയും ബൂട്ട്സ്ട്രാപ്പിൻ്റെ ലിങ്കും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. അതേമാതിരി നമ്മുടെ നെയിമും കൊടുക്കുന്നുണ്ട്. കണ്ടില്ലേ, ഒരു നെയിം നമ്മൾ എന്താണ് ചെയ്യുന്നത്, ബാക്ക് എൻഡിൽ നിന്ന് റിക്വയർ ചെയ്ത് എടുത്തിട്ട് കാണിക്കുകയാണ് ചെയ്യുന്നത്. സോ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കൊരു ഡാറ്റ വരുന്നുണ്ട്. അതേമാതിരി ജസ്റ്റ് വെൽക്കം ബാക്ക് എന്നുള്ളൊരു നോർമൽ കോഡും ഒരു ഫോട്ടറിലെ ഒരു കോപ്പിറൈറ്റ് കോഡുമാണ് വരുന്നത്. സോ നമുക്ക് ഈ കോഡൊന്ന് എടുത്ത് കളയാം. അത് ബൂട്ട്സ്ട്രാപ്പിൻ്റെ ഈ ഒരു ലിങ്ക് നമുക്കിവിടെ ആവശ്യമില്ല. അതേമാതിരി ഇവിടെ ഒരു കോൺടാക്റ്റ് ലോഗൗട്ട് എന്നുള്ള 2 റൗട്ടർ ഉണ്ട്. നമുക്ക് ആ കോൺടാക്റ്റും വേണ്ട, നമ്മൾ ജസ്റ്റ് ലോഗൗട്ട് മാത്രമേ ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഇനി എന്ത് ചെയ്യാം, ഈ ഫ്രണ്ട് എൻഡ് മുകളിലും ഉണ്ടായിരുന്ന ബൂട്ട്സ്ട്രാപ്പിൻ്റെ ലിങ്ക് എടുത്ത് കളയാം. കാരണം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി ലേ ഔട്ടിൻ്റെ അകത്ത് ഈ എല്ലാ ബോർഡിനെയും ഇവിടേക്ക് ഇൻഹെറിറ്റ് ചെയ്തിട്ട് ഇവിടെ നമ്മൾ ലിങ്ക് എല്ലാം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് രണ്ടാമത് ലിങ്കിൻ്റെ ആവശ്യമില്ല. ഓക്കെ, നമുക്ക് തിരിച്ച് കൺട്രോളറിലേക്ക് വരാം. ഓക്കെ, നമുക്കറിയാം നമ്മൾ ഹോമിൻ്റെ അകത്ത് എന്ത് വേണം, നെയിം നമ്മൾ ആക്സസ് ചെയ്യുന്നുണ്ട്. സോ നെയിം എന്നുള്ളൊരു വേരിയബിൾ നമുക്ക് ഇവിടെ ഉണ്ടാകും. ജസ്റ്റ് ഒബ്ജക്റ്റിൻ്റെ അകത്ത് നെയിം അസൈൻ എന്നും പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നെയിം സെറ്റ് ചെയ്തിട്ട് ഫ്രണ്ട് എൻഡിലേക്ക് പാസ് ചെയ്യാം. സോ ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. നെയിം :user.name. നെയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡാറ്റാബേസിലുണ്ട് ആ ഒരു നെയിമാണ് ഇവിടെ ഒരു നെയിമായിട്ട് ഫ്രണ്ട് എൻഡിലേക്ക് പോവുക. ഓക്കെ, നമ്മൾ ആസ് യൂഷ്വൽ ആ ഒരു കൺസോൾ ലോഗിൽ ഒരു ക്യാച്ചർ എറർ ഒന്ന് പ്രിൻറ്റ് ചെയ്യാണ്. പോസ്റ്റ് ലോഗിൻ എന്നുള്ള മാറ്റിയിട്ട് ജസ്റ്റ് ഹോം എന്നാക്കാം. ഓക്കെ, എറർ മെസ്സേജോ കാര്യങ്ങളോ എന്തോ ഉണ്ടോ നോക്കിയിട്ട് നമുക്കൊന്ന് ക്രോസ് ചെക്ക് ചെയ്യാം. ഓക്കെ, എറർ ഉണ്ട്. ആർഗ്യുമെൻറ്റ് മസ്റ്റ് ബീൻ ഹാൻഡ്ലർ. സോ റൗട്ടറിലായിരിക്കും മിക്കവാറും ആ ഒരു എറർ വരാറ്. ഓക്കെ, നമ്മുടെ ഹോം എന്നുള്ളൊരു ഫംഗ്ഷൻ കൊടുക്കാത്തതുകൊണ്ടാണ്. ഓക്കെ, ഹോം നമ്മൾ എക്സ്പോർട്ടും ചെയ്തിട്ടില്ല. ഓക്കെ, തിരിച്ച് കൺട്രോളറിലേക്ക് വരാം. ഹോം എന്നുള്ള ഒരു ഫംഗ്ഷൻ എന്ത് ചെയ്യുക, module.exportൽ ഹോം എന്നുള്ള ഫംഗ്ഷൻ കൂടി ഒന്ന് ആഡ് ചെയ്യാം. എന്നിട്ട് തിരിച്ച് റൗട്ടറിലേക്ക് വരാം. യൂസർ ഓക്കെ, യൂസർ കൺട്രോളർ ഡോട്ട് ഹോം എന്ന് വിളിക്കാം. ഹോം. ഓക്കെ, നമ്മൾ ഹോം റെൻഡർ ചെയ്യാനുള്ള കോഡും ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ക്രാഷ് ആയിട്ടൊന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഫ്രണ്ട് എൻഡിൽ വന്നിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ലോഗിൻ. നമുക്ക് എന്ത് ചെയ്യാം, ഓക്കെ, യൂസറാണോ യൂസേഴ്സ്, ഓക്കെ യൂസേഴ്സ് ആണോ, ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ട്. നമുക്ക് യൂസർ വെച്ച് പോവാം. പാസ്വേഡ് കറക്റ്റായിട്ട് ചെയ്യുക. ഓക്കെ, യൂസർ അല്ല, അപ്പോൾ യൂസേഴ്സ് ആയിരിക്കും. അപ്പോൾ യൂസേഴ്സ് സെറ്റ് ചെയ്യുന്നത് കൊടുക്കുമ്പോൾ നോക്കാം. പാസ്വേഡ് Sanju23. ഓക്കെ, ഗെറ്റ് സ്ലാഷ് കിട്ടുന്നില്ല എന്നാണ് പറയുന്നത്, അതായത് ലോക്കൽ ഹോസ്റ്റ് കിട്ടുന്നില്ല എന്നാണ്. അപ്പോൾ റീഡയറക്റ്റിൽ കൊടുത്തൊരു ചെറിയൊരു മിസ്റ്റേക്ക് ആണെന്ന് തോന്നുന്നു. ഓക്കെ, ആ നമുക്കൊന്ന് കൺട്രോളറിൽ പോയി നോക്കി നോക്കാം. പോസ്റ്റിൻ്റെ ലോഗിൻ മെത്തേഡിലേക്ക് പോവുക. നമ്മളവിടെ എഴുതിയ ഫംഗ്ഷനിൽ നമുക്ക് കൺട്രോൾ നീക്കി പിടിച്ചൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഒരു ഫംഗ്ഷനിലേക്ക് എത്തും. സോ ഇവിടെ റീഡയറക്റ്റ് കൊടുക്കുന്നതിൽ ഉണ്ടായിരുന്ന എററായിരുന്നു. സോ നമുക്കിവിടെ വന്നിട്ടൊന്ന് /user കൊടുത്ത് നോക്കാം. ഓക്കെ, കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് പറ്റി, ഇനി ബാക്ക് എൻഡ് നോക്കിക്കഴിഞ്ഞാൽ
നെയിം ഈസ് കനോട്ട് റീഡ് അൺഡിഫൈൻഡ് റീഡ് എ നെയിം എന്നുള്ളൊരു എററാണ് വരുന്നത്. സോ യൂസർ റൂട്ട് നെയിം എന്നുള്ളൊരു ഡാറ്റ കിട്ടുന്നില്ല എന്നാണ് അറിയുന്നത്. നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തൽക്കാലം ഈ ഒരു ഒബ്ജക്റ്റ് എടുത്ത് കളയാം. എന്നിട്ട് ഹോം റെൻഡർ എന്ന് ജസ്റ്റ് ഒരു കോഡാക്കിയിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് കൺസോൾ ഡോട്ട് ലോഗിൻ്റെ അകത്ത് ഈ യൂസറിനെ ഒന്ന് കൺസോളും ചെയ്യാം. കാരണം യൂസർ ഡോട്ട് നെയിം എന്നുള്ളൊരു വേരിയബിൾ ഇല്ല എന്നാണ് അറിയുന്നത്. സോ അതൊന്ന് റീചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൺസോൾ ചെയ്തതും എറർ ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടിയിട്ട് റൺ ചെയ്തത്. അങ്ങനെ നമുക്ക് ഔട്ട്പുട്ട് കിട്ടി, ഹലോ എന്നേ ഉള്ളൂ, നെയിമില്ല. ഓക്കെ, കറക്റ്റ് നമുക്കൊന്ന് റിഫ്രഷ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ ഇവിടെ അൺഡിഫൈൻഡ് ആയിട്ടാണ് വരുന്നത്. ആകെ ഒരു കൺസോളിൽ നമ്മൾ കൊടുത്തിട്ടുള്ളൂ, അതും അൺഡിഫൈൻഡ് ആയിട്ടാണ് വരുന്നത്. അതായത് യൂസർ ഇല്ല എന്ന് അറിയുന്നത്. സെഷൻ്റെ അകത്തേക്ക് എക്സിസ്റ്റിംഗ് യൂസർ ഒന്നും വെച്ചിട്ടില്ല എന്നാണ് അറിയുന്നത്. സോ നമുക്കൊന്ന് ബാക്ക് അടിച്ചിട്ട് ഒന്ന് ലോഗിൻ ചെയ്ത് നോക്കാം. കാരണം ലോഗിൻ ചെയ്ത സെഷനിൽ ഡാറ്റ വെക്ക് അതേമാതിരി സബ്മിറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഹോം പേജിലേക്ക് റീഡയറക്ഷൻ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് യൂസർ സെറ്റ് ജിമെയിൽ കൊടുക്കും. അതേമാതിരി പാസ്വേഡ് അടിച്ചിട്ട് ഒന്ന് സബ്മിറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, നെയിം വന്നിട്ടില്ല. നമുക്ക് കൺസോളിൽ നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ നമ്മൾ നെയിം അവിടെ പ്രോപ്പറായിട്ട് എത്തിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഹോമിൽ വന്നിട്ട് എന്ത് ചെയ്യാം, ഒരു ഒബ്ജക്റ്റ് അവിടെ പഴയതുപോലെ ക്രിയേറ്റ് ചെയ്യാം. നെയിം ഫുൾ കോള് യൂസർ ഡോട്ട് നെയിം എന്നുള്ളൊരു ഡാറ്റ അവിടെ കൊടുക്കാം. ഓക്കെ, റിഫ്രഷ് ചെയ്താൽ കിട്ടാൻ ചാൻസ് ഇല്ല. ഓക്കെ, റിഫ്രഷിൽ എററാണ് വരുന്നത്. ഓക്കെ, ഒന്ന് ബാക്ക് അടിച്ചിട്ട് ഒന്നുകൂടി ഒന്ന് ലോഗിൻ ചെയ്ത് നോക്കാം. ഓക്കെ, ഡാറ്റാസ് ഒക്കെ വരുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് സബ്മിറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, കറക്റ്റായിട്ട് എന്തായിട്ടുണ്ട്, നമ്മുടെ ഒരു നെയിമും കാര്യങ്ങളും വന്നിട്ടുണ്ട്. നമ്മൾ അങ്ങനെ സക്സസ്ഫുള്ളി ഹോം പേജ് റെൻഡർ ആയിട്ടുണ്ട്. നമ്മുടെ നെയിമും കാര്യങ്ങളും ഫ്രണ്ട് എൻഡിലേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു വീഡിയോയിൽ എനിക്കൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. അതായത് പാസ്വേഡ് മിസ്റ്റേക്ക് ഉള്ളത് ഞാൻ ചെയ്തിട്ടില്ല. അതേമാതിരി ആ ഒരു കാര്യം ഞാൻ ആഡ് ഓൺ ചെയ്യുന്നതായിരിക്കും. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് എന്ത് ചെയ്യാം, സെഷൻ ഹാൻഡ്ലിംഗ് ആണ്. യൂസർ സൈഡിലുള്ള സെഷൻ ഹാൻഡ്ലിംഗ് ഫുള്ളായിട്ട് നമുക്ക് ക്രോസ് ചെക്ക് ചെയ്യാം. അതായത് ഇനിയിപ്പോൾ എന്ത് ചെയ്യേണ്ട, നമുക്ക് ലോഗിൻ യൂസർ ഓൾറെഡി ലോഗിഡ് ആണെങ്കിൽ ലോഗിൻ പേജും കാണിക്കേണ്ട, യൂസർ ഓൾറെഡി ലോഗിൻ ആണെങ്കിൽ സൈൻ അപ്പ് പേജും കാണിക്കേണ്ട. അങ്ങനെയുള്ള കുറച്ച് ഡാറ്റാസും കൂടി ഒന്ന് എറർ ഹാൻഡ്ലിംഗ് സെഷൻ ഹാൻഡ്ലിംഗ് കൂടി ചെയ്യാനുണ്ട്. അത് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. സോ ഇതുവരെ കണ്ടിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഫുൾ സപ്പോർട്ട് ചെയ്യുക. വേണ്ട കണ്ടൻറ്റ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഈ ഒരു സീരീസിന് ശേഷം ഏതൊരു കണ്ടൻറ്റാണ് ചെയ്യേണ്ടത് എന്നുള്ളത് കാര്യവും നിങ്ങൾക്കൊന്ന് കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കും.